വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടായി പനീറാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. കടായി മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യമായി എടുത്തിരിക്കുന്ന മുഴുവനായിട്ടുള്ള മല്ലിയാണ്, പിന്നെ കുരുമുളക്, പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉണക്കമുളകാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ, പിന്നെ പെരുംജീരകം. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതേ സെയിം പാനിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അത് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉള്ളി വാടി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഉള്ളി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ സ്പൈസ് ലെവലനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇത് നമ്മൾ പൊടിച്ച് വെച്ച കടായി മസാലയാണ്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ആ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ തക്കാളി കുക്ക് ചെയ്തെടുക്കണം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. തക്കാളിയൊക്കെ നല്ല മാഷായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ട് അപ്പുറത്തെ ബേണറിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അത് നന്നായിട്ട് അവിടെ കിടന്ന് ബോയിലാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തോളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ പനീറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പനീർ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് തണുപ്പാറിയതിന് ശേഷം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് ബോയിലൊന്നും ചെയ്തില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അവിടെ ഇരുന്നത് ബട്ടറിലിരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ടാവട്ടെ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവിയിലേക്ക് നമ്മൾ ഈ സോട്ട് ചെയ്ത ഉള്ളിയും പനീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഗ്രേവിയിൽ കിടന്ന് ഒരു 2 മിനിറ്റ് അത് കുക്കാവട്ടെ. കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, പനീർ ഹാർഡായി പോവും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.